ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇവിടം. 1964 ഒരു വലിയ ചുഴലിക്കാറ്റിൽ ഒരു നാടാകെ ഇല്ലാതായി പോയതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആ നാട്ടിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. ഏഴേകാല് ഇവിടെ ഒരു 8 മണിക്കൂർ റൈഡ് ഉണ്ടാവില്ല. 8 മണിക്കൂർ റൈഡുണ്ട്. അത് രാവിലെ അവിടുത്തെ സൺറൈസ് കാണാൻ വേണ്ടിയാണ് പോണത്. ആ ടൈമിൽ എത്തിയ സൂപ്പറായിരിക്കും. നമ്മളിപ്പോൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ്, കോട്ടയത്തുള്ള ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കുമളി, അവിടുന്ന് തേനി, അവിടുന്ന് മധുര, അവിടുന്ന് രാമനാഥപുരം, അവിടുന്ന് രാമേശ്വരം, പിന്നെ ധനുഷ്കോടി. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളിന്ന് സ്റ്റേ ഒന്നും എടുക്കാനുള്ള, നേരെ ഓടി പോയി സൺറൈസ് കാണാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ കുമളി എത്തിയപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വണ്ടിക്കും ഫുൾ ടാങ്ക് തന്നെയാണ് അടിക്കണത്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ നേരെ തേനി പോയി അവിടെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ തേനി എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് 1.5 മണിക്കൂർ റൈഡ് ചെയ്ത് നമ്മളിത് മധുര എത്തിയിട്ടുണ്ട്. ശരിക്കും ടയേർഡായിട്ടുണ്ട്. എല്ലാവരും ടയേർഡായപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകുമെന്ന് ചോദിച്ചാൽ കടയിൽ കയറിയേക്കാണ്. ഈ റൂട്ടിലെ റോഡ് അത്യാവശ്യം നല്ല റോഡായത് കാരണം നമുക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉറക്കം വന്നിട്ട് ഒട്ടും പറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ റൂട്ടിൽ കണ്ടിട്ട് തിന്നടമൊക്കെ തീർന്ന് ഞങ്ങൾ കിടന്നു. കുറച്ച് നേരം കിടന്നുള്ളൂ. കുറേ നേരം കിടന്ന് കഴിഞ്ഞാൽ സൺറൈസ് മിസ് ചെയ്യുന്നുള്ള കാരണം ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. പിന്നെ കിലോമീറ്റർ കുറയും തോറും കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ പതുക്കെ ഉറക്കം മറന്നു, വെളിച്ചം വീഴാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പാമ്പം പാലത്തിൽ എത്തി. എത്തിയിരിക്കുകയാണ്. രാവിലെ 5:45. താഴത്ത് ഹാർബറിൽ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആൾക്കാരൊക്കെ ചെറിയ തിരക്കുണ്ട്. വലിയ തിരക്കൊന്നും ആയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉള്ളത് ധനുഷ്കോടിക്ക്. അങ്ങനെ നമ്മൾ ധനുഷ്കോടി ടൗൺ എത്താറായിരിക്കുകയാണ്. ഈ ഒരു വഴി കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കടൽ കാണാം, റൈറ്റ് സൈഡിലും കടൽ കാണാം. ഇതിപ്പോൾ ഇത്ര രാവിലെ ആയത് കാരണം ഉച്ച ടൈമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് മീൻ കച്ചവടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആഗ്രഹം സാധിച്ചു. 500 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ എന്താ, ആഗ്രഹം നടന്നില്ലേ? ഇതുണ്ടോ, ഈ വണ്ടി ഇരിക്കുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡിലും ഈ വണ്ടി ഇരിക്കുന്നത് ഇന്ത്യൻ ഓഷനിലെ സൈഡിലുമാണ്. രാവിലെ ഒരു സൈഡിൽ സൺറൈസും വൈകുന്നേരം അപ്പുറത്തെ സൈഡിൽ സൺസെറ്റും. അപ്പം നമ്മൾ ഡെഡ് എൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദി ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഇന്ത്യയുടെ അറ്റം വരെ പോകാൻ പറ്റി. ഈ ഡെഡ് എൻഡിൻ്റെ പേരാണ് അരിച്ചിൽ മുനി. ഭാഗ്യം, വന്നപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ സ്ഥലം കിട്ടി. 7:30 ആയിട്ടുള്ള, എന്നിട്ടും നിറയെ ആളാണല്ലോ ഇവിടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നല്ല തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ അവിടുത്തെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഗോസ്റ്റ് ടൗൺ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സുനാമിയിൽ തകർന്നു പോയ പള്ളി കാണാനായിട്ട് വന്നേക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരും വന്നിട്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ആ പള്ളിയുടെ അൽത്താരയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. തേടുന്ന കഴുകക്കുലം വസിക്കുന്ന നാടേ, ഉയിരേയുള്ളു ചൂതാടുവാൻ നമുക്കിന്നു കൂടെ. മൃദുഭാവേ ദൃഢ
അങ്ങനെ അവിടെയൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രാമേശ്വരത്തേക്കാണ്ട. ഇന്നലെ നമ്മൾ വന്നപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ നേരെ നമുക്ക് അത് കവർ ചെയ്യാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പുതിയ പാലം. ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്കിൽ കൂടി സർവീസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതാണ് രാമേശ്വരം ഹാർബർ. പണിയെ കഴിഞ്ഞ് ബോട്ടുകളെല്ലാം വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകുന്നത് നേരെ തൂത്തുക്കുടിക്കാണ്. തൂത്തുക്കുടി പോയി തെരിക്കാട് കാണാനായിട്ട്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടി കാണാം.